ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് നിയമസഭയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ജനുവരി 7 തൊട്ട് ജനുവരി 13 വരെ പുസ്തക പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഈ നിയമസഭ കാണാനും അതിലുള്ള കാഴ്ചകളും കാണാനും ബുക്കുകൾ വാങ്ങിക്കാനും അങ്ങനത്തെ കുറേ പരിപാടികൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 13-ാം തീയതി വരെ നമുക്ക് അതിനുള്ള സമയമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അവിടെ എൻട്രി ഇല്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ എന്തായാലും ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വന്നുള്ളത്. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എടുക്കാൻ പറ്റിയ കുറച്ച് വീഡിയോ നിങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് നാരായണൻ സാറിൻ്റെ സ്റ്റാച്ചു ആണ്. പിന്നെ ഒരു വലിയൊരു ഹോളാണ് ഇതിനുള്ളിൽ വരുന്നത്. അപ്പോൾ അവിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് നമ്മൾ പോയത് സൺഡേ ആണ് പോയത്. അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം നമ്മൾ അധികം അറ്റൻഡ് ചെയ്തില്ല. നമ്മൾ വേഗം തന്നെ അടുത്ത സ്പോട്ടിൽ പോയി എന്തൊക്കെയാണ് അടുത്ത കാഴ്ച നോക്കിയിട്ട് ഈ നിയമസഭ നടക്കുന്ന ഗാലറിയിൽ നമ്മൾ പോയിരുന്നു. പക്ഷെ അവിടുത്തെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. കുറച്ച് ക്ലാസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, കോവളം ഇതൊക്കെ നിയമസഭാ മണ്ഡലമാണ്. കേരളത്തിലെ 140 സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ തിരുവനന്തപുരത്തുള്ള ഈ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് പാളയത്താണ് ഈ നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. നിയമസഭാ മന്ദിരത്തിനുള്ളിൽ സ്പീക്കറുടെ വസതി, എല്ലാ MLA-മാരുടെയും നിയമസഭാ ഓഫീസുകൾ, സ്വതന്ത്ര കമ്മീഷനുകളുടെ ബോഡികളും ഓഫീസുകളും ഇത്രയാണ് അവിടെ ഉള്ളത്. പിന്നെ 1998 മെയ് 22-ലാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയായ KR നാരായണൻ സർ അസംബ്ലി തുറന്നിട്ടുള്ളത്. മന്ദിരത്തിന് താഴെയായിട്ട് ഔദ്യോഗിക കാർ പാർക്കിങ്ങിന് ചെയ്യുന്നതിനുള്ള ഒരു ബേസ്മെന്റ് ഉൾപ്പെടെ 5 നിലകളുണ്ട്. ഈ കെട്ടിടം പണി തീർത്തിരിക്കുന്നത് 40 തൂണുകളാൽ പിന്തുണയ്ക്കുന്ന 4 മുൻഭാഗങ്ങളുള്ള ഒരു വലിയ ചതുരമാണ് ഇതിന്റെ മുഴുവൻ ഘടനയും. പടിഞ്ഞാറൻ മുൻവശത്ത് ഒരു വലിയ വൃത്താകൃതിയിലുള്ള ഒരു ചെമ്പ് തകിടുണ്ട്. അതിൽ കേരളത്തിന്റെ മുദ്രയുണ്ട്. സെൻട്രൽ ഹാളിൽ 95 അടി ഉയരമുണ്ട്. കൂടാതെ തന്നെ 8 ഗാലറികളും ഉണ്ട്. അതിൽ മൊത്തം 800 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര അധികം സ്പേസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പം നമ്മൾ കയറുന്നത് നിയമസഭയുടെ ഉള്ളിൽ തന്നെയുള്ള മ്യൂസിയത്താണ്. ഇപ്പം അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിയമസഭാ മന്ദിരത്തിന്റെ സെൻട്രൽ അസംബ്ലി ഹാളിന് പുറമെ ഈ കുറച്ച് ഓഫീസുകളുണ്ട്. സ്പീക്കറുടെ ചേംബർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ്, വാച്ച് ആൻഡ് വാർഡുകളുടെ ചീഫ് ഓഫീസ്, മീഡിയ റൂം, പ്രസ് ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റർ, കോൺഫറൻസ് റൂം, അങ്ങനെ ഇതിന് 40 കാറുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ബേസ്മെന്റ്, ഒരു വലിയ പാർക്കിംഗ് സ്ഥലം വരെ ഇതിനുള്ളിലുണ്ട്. നമുക്ക് ഈ നിയമസഭയുടെ ചരിത്രം ഒന്ന് കേട്ടാലോ? ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ തന്നെ 1956-ൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളും സൗത്ത് കാനറിയിലെ കാസർഗോഡ് പ്രദേശങ്ങളും സംയോജിച്ച് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് 1957 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് നടന്നത്. ആദ്യ കേരള നിയമസഭ രൂപം കൊണ്ടത് 1957 ഏപ്രിൽ 5-നാണ്. അപ്പൊ ഈ നിയമസഭ എന്തിനാണ്? നിയമസഭ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഒരു കൂട്ടം നിയമങ്ങൾ സൃഷ്ടിക്കുകയും അവരുടെ സംസ്ഥാനവും നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യയിലെ വിധാൻസഭ എന്നും അറിയപ്പെടുന്നു. 2021 നിയമസഭ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് ഇപ്പൊ നിലവിലെ MLA അഡ്വക്കേറ്റ് JKCയിലെ ആന്റണി രാജു ആണ്. തിരുവനന്തപുരത്ത് മണ്ഡലം വന്നത് 2011-ലാണ്. മുമ്പ് 1977 മുതൽ 2011 വരെ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം എന്നും 1957 മുതൽ 1977 വരെ തിരുവനന്തപുരം 1 മണ്ഡലം എന്നും അറിയപ്പെട്ടിരുന്നു. ചരിത്രം പറയുകയാണെങ്കിൽ ഇനിയും ഉണ്ട് നമുക്കിതിൽ പറയാനായിട്ട്. ഞാനിപ്പോൾ കുറച്ച് മാത്രമാണ് നമ്മൾ ആ ക്ലാസ് കേട്ടതിൽ നിന്ന് വെച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ആ ക്ലാസ്സിൽ കേട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇനിയും കുറേ കാര്യം നിങ്ങളുണ്ട്, ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.